ഹല്ലേലൂയായിരുന്നു. മത്തായിയുടെ സുവിശേഷം 7-ാം അധ്യായം 2-ാം വചനം, നിങ്ങൾ വിധിക്കുന്ന വിധിയാൽ തന്നെ നിങ്ങളും വിധിക്കപ്പെടും, നിങ്ങൾ അളക്കുന്ന അളവ് കൊണ്ട് തന്നെ നിങ്ങൾക്കും അളന്നു കിട്ടും. According to Matthew chapter 7 verse 2, God will think about you in the same way that you think about other people. He will use the same rules for you as he used for other people. ഈശോയെ സ്നേഹം നിറഞ്ഞവരെ, ഈ നോയമ്പ് കാലത്തിൻ്റെ ചിന്തയിൽ മത്തായിയുടെ സുവിശേഷം 7-ാം അധ്യായം ഇപ്പോഴത്തെ ഒരു കാലാവസ്ഥയിൽ എല്ലാവർക്കും അത് ചിന്തിക്കേണ്ട ഒരു വിഷയമാണ് എന്ന് കരുതുന്നു. നമുക്കറിയാം, നമ്മുടെ വീട്ടിൽ, നമ്മുടെ ഭവനത്തിൽ, നമ്മുടെ കുടുംബക്കാർക്കിടയിൽ ഒരു പ്രശ്നങ്ങളുണ്ടായാൽ ആ പ്രശ്നങ്ങളെ നമ്മൾ വളരെ സൂക്ഷ്മതയോടുകൂടി കൈകാര്യം ചെയ്ത് മറ്റുള്ളവരിലേക്ക് അത് എത്തിക്കാതെ, മറ്റു ചെവികളിലേക്ക് കണ്ണുകളിലേക്ക് അത് എത്തിക്കാതെ മനോഹരമായിട്ട് കൈകാര്യം ചെയ്യുവാനായിട്ട് നമ്മുടെ കുടുംബത്തിൽ തന്നെ നമ്മൾ തന്നെ ഒരു പ്രത്യേകമായ രീതിയിൽ കൈകാര്യം ചെയ്യുന്നതായിരിക്കും. ഇനി നമുക്കത് കൈകാര്യം ചെയ്യാൻ പറ്റുന്നില്ലെങ്കിൽ സഭാവിശ്വാസികൾ എന്ന നിലയിൽ, വിശ്വാസ സമൂഹം എന്ന നിലയിൽ നമ്മൾ അടുത്തുള്ള നമ്മുടെ വികാരിയച്ഛന്മാരെയും നമ്മുടെ കുടുംബക്കാരെയും ഉന്നതരായ വ്യക്തികളെയൊക്കെ ഇടപെട്ട് അതിനെ പരിഹരിക്കുക എന്നുള്ളത് നമ്മുടെ ദൈവവിശ്വാസത്തിൽ നിന്നുകൊണ്ട് സൂക്ഷ്മമായിട്ട് നമ്മൾ കൈകാര്യം ചെയ്യുന്ന ഒരു കാര്യമാണ്. എന്നാൽ ഇന്ന് കർത്താവ് നമ്മളോട് പറഞ്ഞു തരുന്ന ഈ വചനത്തിലൂടെ നമ്മളെ കൊണ്ടെത്തിക്കുക, നമ്മൾ മറ്റുള്ളവരുടെ ഒരു കാര്യമാണെങ്കിൽ ഇന്നത്തെ ഒരു സാഹചര്യത്തിൽ നിന്നുകൊണ്ട് നമ്മുടെ ഒരു സുഹൃത്തിൻ്റെ വീട്ടിൽ, അല്ലെങ്കിൽ മറ്റൊരു വ്യക്തിയുടെ വീട്ടിൽ, നമ്മുടെ തന്നെ ഇടവക്കാരുടെ വീട്ടിൽ ഒരു സംഭവം നടന്നു കഴിഞ്ഞാൽ അവനെ പരമാവധി ആ ഒരു മേഖലകളെ പരമാവധി മറ്റുള്ളവരിലേക്ക് എത്തിക്കുവാനും അതിൻ്റെ പേരിൽ നമ്മൾ മുതൽക്കൂട്ടെടുക്കുവാനും ഒക്കെ ശ്രമിക്കുന്ന ഒരു സാഹചര്യമാണ് ഇന്ന് നമ്മുടെ നാട്ടിലും കേരളത്തിലും സമൂഹത്തിലും ചുറ്റു സമൂഹങ്ങളിലും ഒക്കെ ഉണ്ടത്. ഒരു പക്ഷേ നമ്മുടെ സോഷ്യൽ മീഡിയ അല്ലെങ്കിൽ നമ്മുടെ ടെക്നോളജി വളർന്ന് നമ്മുടെ കയ്യിരിക്കുന്ന ഡിവൈസുകളിലെ സ്മാർട്ട് ഫോണുകളുടെ ഉന്നതമായ നിലവാരം, ഇങ്ങനെയൊക്കെ ഇത് വളർന്ന് വലുതായപ്പോഴത്തേക്കും അത് ലോകം മുഴുവൻ എത്തിക്കുവാനായിട്ട് ആർക്ക് വേണമെങ്കിലും സാധിക്കും എന്നുള്ളൊരു ചിന്താഗതി ആണല്ലോ. മറ്റുള്ളവരിലേക്ക് അത് നമ്മൾ തന്നെ വിശകലനം നടത്തി നമ്മൾ തന്നെ ആ പ്രശ്നങ്ങളെ അതിസങ്കീർണമായിട്ട് വലിച്ചിഴച്ച് ഈ സോഷ്യൽ മീഡിയയിലൂടെ പുതിയതായിട്ട് ഉരുത്തിരിഞ്ഞു വരുന്ന വലിയ ജേർണലിസ്റ്റുകൾ, അവർ സ്വയം ജേർണലിസ്റ്റുകളാണെന്നൊക്കെ വരുമ്പോൾ അവർ കൂടുതൽ റീച്ച് കിട്ടാൻ വേണ്ടി, കൂടുതൽ അവർക്ക് അത് പ്രാബല്യമുണ്ടാകുവാൻ വേണ്ടിയിട്ട് അവരതിനെ വലിച്ചിഴച്ച് സമൂഹത്തിൻ്റെ മധ്യത്തിലേക്ക് തുറന്നു കാട്ടിയും ആർക്കും അത് തിരുത്തുവാൻ അസാധ്യമാകുമാറ് അവയെ ലോകത്തിൻ്റെ മുന്നിലേക്ക് ഇട്ടുകൊടുക്കുന്ന ഒരു പ്രവണത ഇന്ന് നമുക്ക് സമൂഹത്തിലുണ്ട്. ഈശോ സ്നേഹം നിറഞ്ഞവരെ, ഇവരെ നോക്കിയിട്ട് ദൈവം പറഞ്ഞു തരികയാണ്, നിങ്ങൾ വിധിക്കുന്ന വിധിയാൽ തന്നെ നിങ്ങളും വിധിക്കപ്പെടും, നിങ്ങൾ അളക്കുന്ന അളവ് കൊണ്ട് തന്നെ നിങ്ങൾക്കും അളന്നു കിട്ടും. ഈശോസ്നേഹം നിറഞ്ഞവരെ, നമ്മളാരും സ്വന്തം വീട്ടിലെ ഒരു കാര്യം ഇതുപോലെ ലോകത്തോട് വിളിച്ചു പറയാൻ ആഗ്രഹിക്കുന്നില്ല. പിന്നെ എന്തിനാണ് മറ്റുള്ളവൻ്റെ കുടുംബത്തിൽ നടക്കുന്ന കാര്യങ്ങൾ, മറ്റുള്ള ആ കുടുംബത്തെ നടന്ന പ്രശ്നങ്ങൾ, അതിസങ്കീർണമായ പ്രശ്നങ്ങൾ, അവയെ ഒന്ന് അന്വേഷിച്ച് അതിൽ യഥാർത്ഥ കാര്യങ്ങൾ കണ്ടുപിടിക്കാതെ അവയെ നമ്മുടേതായ രീതിയിൽ വിശകലനം ചെയ്ത് ലോകത്തോട് വിളിച്ചു പറഞ്ഞ് നമ്മൾ തന്നെ ആ പാപം വലിച്ചു കൂട്ടുന്നത്? ഈശോ ഇന്ന് പറഞ്ഞു തരികയാണ്, അങ്ങനെ വലിച്ചു നീട്ടുന്നവരോട് പറയുകയാണ്, സ്വന്തം കുടുംബത്തെ കാര്യം നീ മറ്റുള്ളവർ പറയാൻ ആഗ്രഹിക്കാത്ത നീ എല്ലാവൻ്റെയും കുടുംബത്തെ കാര്യമൊക്കെ പറഞ്ഞിട്ട് അങ്ങനെയുള്ള വ്യക്തികളോട് ഈശോ പറയാണ്, കപട നാട്യക്കാര, ആദ്യം സ്വന്തം കണ്ണിൽ നിന്ന് തടിക്കഷ്ണം എടുത്തു മാറ്റുക, അപ്പോൾ സഹോദരൻ്റെ കണ്ണിലെ കരടെടുത്ത് കളയാൻ നിനക്ക് കാഴ്ച തെളിയും. വിശുദ്ധമായ നാൽക്കൾക്ക് ഇട്ടുകൊടുക്കരുത്, നിങ്ങളുടെ മുത്തുകൾ പന്നികൾക്ക് ഇട്ടുകൊടുക്കരുത്, അവ ചവിട്ടി നശിപ്പിക്കുകയും തിരിഞ്ഞ് നിങ്ങളെ ആക്രമിക്കുകയും ചെയ്തേക്കാം. ചില കാര്യങ്ങൾ അവ എത്ര സങ്കീർണമാണെങ്കിലും അത് ദൈവഹിതപ്രകാരം നടക്കേണ്ടതാണ്. അത് ദൈവത്തിന് വിട്ടുകൊടുത്ത് അതിനെന്താണ് പോരായ്മയെന്ന് കണ്ടുപിടിച്ച് ആ കുടുംബത്തിൽ, ആ കൊച്ചു സമൂഹത്തിൽ പരിഹരിക്കേണ്ട കാര്യങ്ങൾ നമ്മൾ തന്നെ അതിനെ വലുതാക്കി നമ്മുടെ തന്നെ സമുദായത്തെ, നമ്മുടെ തന്നെ വിശ്വാസത്തെ അതിനെ ചവിട്ടി മെതിച്ച് അത് മറ്റുള്ളവരിലേക്ക് ഇട്ടുകൊടുത്ത് ആ മറ്റുള്ളവരിൽ തിരിച്ച് നമുക്ക്
അത് നമുക്ക് നേരെ തന്നെ വരുന്ന ഒരു പ്രതിഭാസം ഇന്ന് നമ്മുടെ സമൂഹത്തിൽ കണ്ടുകൊണ്ടേയിരിക്കുകയാണ്. ഈശോ സ്നേഹം നിറഞ്ഞവരെ, നിങ്ങൾ വിധിക്കുന്ന വിധിയാൽ തന്നെ നിങ്ങൾ വിധിക്കപ്പെടുമെന്ന് ഈശോ പറയുമ്പോൾ ഈ ഒരു വചനത്തെ ഇങ്ങനെയുള്ള ചുറ്റുപെട്ട മേഖലകളെയൊക്കെ ഹൃദയത്തോട് ചേർത്ത് വെച്ചുകൊണ്ട് നമുക്ക് ഇന്ന് ചുറ്റുപെട്ട് നടക്കുന്ന പല പ്രശ്നങ്ങളും നമുക്കറിയാം. പല കാരണങ്ങൾ കൊണ്ടും അത് രഹസ്യ സ്വഭാവം ഉള്ളതായിരിക്കാം. എന്നാൽ അവയെ ചവിട്ടി മെതിക്കുവാൻ, ലോകത്തോട് പറഞ്ഞു കൊടുക്കുവാൻ, വിശകലനം ചെയ്യുവാൻ നമ്മൾ ആരാണ്? നമുക്കെന്ത് യോഗ്യതയാണ് അവിടെയുള്ളത്? സ്നേഹം നിറഞ്ഞവരെ, നിങ്ങൾ വിധിക്കുന്ന വിധിയാൽ തന്നെ ഇങ്ങനെയുള്ള വിധികളൊക്കെ നമുക്ക് തിരിഞ്ഞു കുത്തുമ്പോഴാണ്, നമ്മുടെ സമൂഹത്തിലേക്ക് അല്ലെങ്കിൽ നമ്മുടെ കുടുംബത്തിലേക്ക് വരുമ്പോഴാണ് നമുക്കതിൻ്റെ യഥാർത്ഥമായ വേദന ഉണ്ടാവുക. ഈശോ ഇന്ന് പറഞ്ഞു തരുന്ന ഈ ഒരു വചനത്തെ ഓർത്ത് ഈ നോയമ്പ് കാലത്ത് അങ്ങനെ ചെയ്തു പോയ കുറവുകളെയൊക്കെ ഒന്ന് ഓർത്ത് അനുദപിക്കുവാനും പശ്ചാത്തപിക്കുവാനും നമുക്ക് ശ്രമിക്കാം. ആമേൻ. യേശുവേ നാഥ, അങ്ങയെ ഞാൻ ആരാധിക്കുന്നു, സ്തുതിക്കുന്നു.